ഓം ശാന്തി. മനസ്സ് നമ്മുടെ മിത്രമാണ് എങ്കിൽ തീർച്ചയായും ജീവിതം സന്തോഷദായകമാണ്. മനസ്സ് നമ്മുടെ ശത്രുവാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം ദുഃഖദായകമാവും. മനസ്സിനെ മിത്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഒരുപാട് റിസ്ക് ആയിരിക്കുന്ന ഫാക്ടറാണ്. എല്ലാ റിസ്കിനെയും അതിജീവിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാനും നിർത്താനും സാധിച്ചില്ല എങ്കിൽ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള നിരവധി മാനസികമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോവുകയും അത് ശാരീരികവും മാനസികവുമായിരിക്കുന്ന ആരോഗ്യവും സന്തോഷവും ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ സന്തോഷമുള്ളതാക്കി വെക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മൾ എന്ത് നമുക്ക് സ്വീകരിക്കണോ ആ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആവണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരിക്കലും പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്തിനെ കുറിച്ചായിരിക്കും? ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നലെ രാത്രി ശാന്തമായി ഉറങ്ങി ഉണർന്നു. അതാരും ഒരു വാർത്തയായിട്ട് പറയാനില്ല. പക്ഷേ ഏതെങ്കിലും വീട്ടിൽ കള്ളം കയറി ആ വാർത്ത രാവിലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ വായിക്കുന്നു. അത് വായിക്കുന്നതോടുകൂടി മനസ്സ് അശാന്തമാവാൻ തുടങ്ങുന്നു. എത്രയോ ആളുകൾ സ്വസ്ഥമായിട്ട് ഡ്രൈവ് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകളിലും സ്വന്തം യാത്രേനെയും സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും പറയാറില്ല. എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ബ്രേക്കിംഗ് ന്യൂസ് അതിരാവിലെ ഉണരുമ്പോൾ ഇന്നത്തെ വാർത്ത എന്ത് എന്ന് നോക്കുന്നതോടുകൂടി മനസ്സിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് തോട്ട്സിൻ്റെ ഇൻജക്ഷൻ അഥവാ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയായി. ഇൻപുട്ട് അഥവാ നെഗറ്റീവ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും നിരവധി തവണ അതേ കാര്യങ്ങൾ മനസ്സിലൂടെ ആവർത്തിച്ചു വരികയും ഏത് കാര്യം നിരവധി മനസ്സിലൂടെ ആവർത്തിച്ചു വരുന്നോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. അത് ആദ്യം മാനസികമായി പിന്നെ ഫിസിക്കലായിക്കൊണ്ട് ഭൗതികമായ രീതിയിൽ നമ്മുടെ അടുത്ത് സംഭവിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് നമുക്ക് സ്വീകരിക്കണോ, ഏത് തോട്ട്സ് മനസ്സിൻ്റെ ഫുഡ് കൊടുക്കണോ അത് നമ്മൾ കെയർഫുൾ ആവണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഫുഡിൻ്റെ കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം. ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡയറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡോക്ടർ അവരുടെ അടുത്ത് പറയും, നോക്ക് ഇനി മുതൽ നിങ്ങൾ ഇന്ന സാധനങ്ങൾ കഴിക്കരുത്, ഇന്ന സാധനങ്ങൾ കഴിക്കണം. ചിലർ പറയും ഫ്രൂട്ട്സ് കഴിക്കണം, പ്രോട്ടീൻ കഴിക്കണം, ഈ ഗുളിക കഴിക്കണം, ഇത് കഴിക്കരുത്. ഇങ്ങനെ പല സാധനങ്ങളും കഴിക്കരുതെന്നും പറയും, പല സാധനങ്ങൾ നമ്മൾ കഴിക്കാനും പറയും. ഇൻ ദ സെയിം വേ മനസ്സിൻ്റെ രോഗമാണ് ടെൻഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. മനസ്സിന് ടെൻഷൻ വരുന്നുവെങ്കിൽ, നെഗറ്റീവ് തിങ്കിങ് വരുന്നുവെങ്കിൽ, മനസ്സ് ഇഷ്ടപ്പെട്ട രീതിയിലാണ് യാത്ര ചെയ്യുന്നത്, നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സ് ഇപ്പോൾ രോഗഗ്രസ്തമാണ്. അതുകൊണ്ട് മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി മനസ്സിന് പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ ഫുഡ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിൻ്റെ ഫുഡിലും വേണ്ടതും വേണ്ടാത്തതും ചേർക്കേണ്ടതും ചേർക്കരുതാത്തതും തമ്മിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം, നെഗറ്റീവായിട്ട് ഇമോഷണലി വീക്ക് ആക്കുന്ന പ്രോഗ്രാം അത് എന്ത് തന്നെയാണെങ്കിലും തൽക്കാലത്തേക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, നിങ്ങൾ വിചാരിക്കും അത് റിലാക്സേഷൻ ആണെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ എല്ലാ റിലാക്സേഷനും ഇല്ലാതാക്കുന്ന രീതിയിലൊരു പ്രോഗ്രാമാണ് എങ്കിൽ ആ പ്രോഗ്രാമിന് നേരെ നോ ഇടാൻ, അപായ സിഗ്നൽ ഇടാൻ ഒരിക്കലും മറക്കരുത്. എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വ്യർത്ഥമായിട്ടുള്ള അവിടുത്തെ കാര്യം അവരത് ചെയ്തിരിക്കുന്നു, ഇവരിതിങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെയാണ് പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ലോകത്ത്, ഇങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്, പാവം ആ കുട്ടീനെ ഇങ്ങനെ കൊന്നു, ഈ കുട്ടീനെ അങ്ങനെ കൊന്നു. ഇത്തരത്തില് മനുഷ്യന്റെ മനസ്സിൽ ഭയം കുത്തി നിറയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ രാവിലെ തന്നെ കാണുമ്പോൾ രാവിലത്തെ ഫുഡ് തന്നെ നെഗറ്റീവായിരിക്കുന്ന ഫുഡ് കൊടുത്ത മനസ്സിന് ആഹാരവും ശരീരത്തിൻ്റെ ആഹാരത്തിലും ഒരുപോലെ ഡയറ്റിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒരു സിസ്റ്റം തന്നെ അതിരാവിലെ സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈശ്വരനെ ഓർമ്മിച്ച് നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ രാവിലെ 7 മണി സമയത്ത് എല്ലാവരും ഏതൊക്കെ രീതികളിൽ, അന്ന് കൊറോണയ്ക്ക് മുന്നുള്ള കാലഘട്ടത്തിൽ എല്ലാവരും ആശ്രമത്തിൽ വരുമായിരുന്നു, ഒന്നിച്ച സത്സംഗങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ ഓൺലൈനിലൂടെ ലൈവ് ആയിക്കൊണ്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നു. അവനവൻ്റെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ചിന്തകൾ
ചിന്തകൾ കേൾക്കുകയും മനസ്സിൻ്റെ ഡയറ്റിംഗ് മീൻസ് രാവിലെ കേട്ടത് കൊണ്ട് മാത്രം പോരാട്ടോ. ആ കേട്ട കാര്യത്തിൽ നിന്ന് നമുക്ക് 4-5 പോയിന്റ് മിനിമം ഒരു 10 പോയിന്റോ 5 പോയിന്റോ നമ്മൾ നോട്ട് ചെയ്തെടുത്തുകൊണ്ട് ആ പോയിന്റിനെ കുറിച്ച് ആഴത്തിൽ മനനം ചെയ്യും. അതെൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അഥവാ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് എന്തൊക്കെ രീതി എനിക്ക് ചെയ്യണം എന്ന് സ്വയം ചിന്തിച്ച് മനനം ചെയ്ത് മഥനം ചെയ്ത് സ്വന്തമാക്കി അത് നമുക്ക് സമയം വരുമ്പോഴത്തേക്ക് പ്രിപ്പയർഡ് ആണ് എങ്കിൽ, നമ്മുടെ ബുദ്ധി എല്ലാ രീതിയിലും കടഞ്ഞെടുത്ത ഒരു വെണ്ണയാണ് നമ്മുടെ മൈൻഡിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു ഗൈഡൻസ് അതിനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സമയം വരുമ്പോൾ അത് പ്രാക്ടിക്കലാക്കി നോക്കുകയും നമ്മുടെ ഉള്ളിലെ പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ചിന്തകളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡയറ്റിംഗ്. വേണ്ടാത്ത കാര്യം ഞാൻ കേൾക്കില്ല എന്ന് നിശ്ചയിച്ചിരിക്കണം. ആ വേണ്ട കാര്യത്തിന് കേൾക്കാനും പഠിക്കാനും ആ പഥ്യം ജീവിതത്തിൽ പലപ്പോഴും രോഗം മാറ്റാൻ വേണ്ടി നമ്മൾ പഥ്യം പാലിക്കാൻ പറയില്ലേ, അതുപോലെ ഇത് പോസിറ്റീവ് ആയിരിക്കുന്ന തോട്ട്സിലൂടെ മനസ്സിനെ പവർഫുൾ ആക്കാൻ. മാത്രമല്ല എങ്ങനെയുള്ള ആഹാരം കഴിക്കൂ അതുപോലുള്ള മനസ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആഹാരം കൂടി ശുദ്ധമായ ആഹാരം, സാത്വികമായിരിക്കുന്ന ആഹാരം, മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാതെ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ, പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരുപാട് നിധികളുണ്ട്. ആ നിധികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്തി മൈൻഡ് പ്ലസ് ഹെൽത്തി ബോഡി രണ്ടും മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം മോർണിംഗ് ഹാബിറ്റ്സ് തന്നെയാണ്. പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുന്നുണരെയും നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് നല്ല ബുക്സ് വായിക്കുക, എക്സസൈസ് ചെയ്യുക. നമുക്കൊപ്പം കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സ് പ്രഭാതത്തിൽ തന്നെ ഹറി ആവില്ല, വറി ആവില്ല, ഒരു ടെൻഷൻ ആവില്ല. മനസ്സ് നമുക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫ് റെസ്പെക്ട് തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഒരു 10 ദിവസം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കുന്ന ആളാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളെ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്, ഇത്തരത്തിലൊരു പോസിറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ദിവസവും ഒരു 10 പേജെങ്കിലും വായിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ശീലം എനിക്കുണ്ട് എന്ന ഒരു പോസിറ്റീവ് തോട്ട് നമുക്ക് സെൽഫ് റെസ്പെക്ട് വരും. അറ്റ് ദ സെയിം ടൈം ആ നോളജ് നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഈശ്വരനെ ഓർമ്മിക്കുക, കുറച്ച് സമയം പഠിക്കുക, കുറച്ച് സമയം മനനം ചെയ്യുക, കുറച്ച് സമയം വിഷ്വലൈസ് ചെയ്യുക, കുറച്ച് സമയം എഴുതുക. ഇത്രയും പ്രഭാതശീലങ്ങൾ ദിവസവും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞതായിരിക്കുന്ന എല്ലാ പ്രഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മൾ പറയാറില്ലേ വെൽ ബിഗൺ ഹാഫ് ഡൺ എന്ന് പറയും. ഒരു ദിവസം നന്നായി തുടങ്ങിയാൽ തന്നെ അന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ നമുക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് പവർഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം രാവിലെ ഉണർന്ന ഉടനെ തന്നെ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഇന്നവരെന്താ ചെയ്തിരിക്കുന്നത്, ഈ നോട്ടമാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഒരു 90% മെസ്സേജസിൽ എന്തെങ്കിലും വേസ്റ്റ് ആവും. എല്ലാം നെഗറ്റീവ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, കുറേ വേസ്റ്റ് ആയിരിക്കും, കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പോവുകയും നമുക്കത് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് മോർണിംഗ് ഹാബിറ്റ്സിൽ രാവിലെ ഉണർന്ന ഒരു വളരെ നല്ല ഒരു കാര്യം, ഇലക്ട്രോണിക് സാധനങ്ങൾ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതാണ്. മൊബൈൽ നമ്മളെ സഹായിക്കുന്നതാണ്, കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കുന്നതാണ്, TV നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളാണ്. പറയാറുണ്ട് മാറ്റർ ഈസ് എ ഗുഡ് സർവൻറ്റ് ബട്ട് ബാഡ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ അതിനെ സാധനങ്ങളെ നമ്മുടെ സർവൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന കാലത്തോളം അതൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാണോ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ആകുന്നത്, ഈസ് എ ബാഡ് മാസ്റ്റർ. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്ന സമയത്ത് ഉടനെ നമ്മുടെ കമ്പ്യൂട്ടർ നോക്കി അല്ലെങ്കിൽ മൊബൈൽ നോക്കി ന്യൂസ് നോക്കി ആ ലെവലിലേക്ക് പോകാതെ, അത് നമ്മൾ സാധാരണ വലിയ വലിയ കുലത്തിലുള്ള ആളുകളെ ഹിസ്റ്ററി വായിച്ചു നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രഭാതത്തിൽ ഇത്ര സമയം, നല്ല പ്രസിദ്ധരായിരിക്കുന്ന പല ആളുകളും രാവിലെ 6 മണി വരെയുള്ള സമയം ഞാൻ മൗനം, 3 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെയുള്ള സമയം ഞാൻ മൗനത്തിലിരിക്കുന്നു, 8 മണി വരെയുള്ള സമയം ഞാൻ മൗനത്തിലിരിക്കുന്നു, 8:30-ക്ക് ശേഷം ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങൾ തൊടാറ് പോലും ചെയ്യാറുള്ളൂ. ഇങ്ങനെ നല്ല ശീലങ്ങൾ. അല്ലെങ്കിൽ വൈകുന്നേരം 6 തൊട്ട് 8 വരെയുള്ള സമയം എൻ്റെ സമയമാണ്, ആ സമയത്ത് ഞാൻ ഇലക്ട്രോണിക് സാധനം ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ രാത്രി 8 തൊട്ട് 10 വരെയുള്ള സമയം നിങ്ങളുടെ പ്രൊഫഷണൽ അഥവാ പേഴ്സണൽ ലൈഫ് അനുസരിച്ചുകൊണ്ട് ഏത് സമയം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ ആ സമയം ദിവസത്തിൽ 2 മണിക്കൂർ സമയം നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളിൽ നിന്ന് മൗനം പാലിക്കുക. സാധാരണ നമ്മൾ പറയുമല്ലോ 2 മണിക്കൂർ സമയം ഞാൻ മൗനമാണ്, രാവിലെ 4 മുതൽ 8 വരെയുള്ള സമയം ഞാൻ മൗനമാണ്. അതേപോലെ തന്നെ രാവിലെ 4 മുതൽ 8 വരെയുള്ള സമയം എൻ്റെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിൽ നിന്ന് ഞാൻ മൗനമാണ്. മറ്റുള്ള മൗനം
സ്വാഭാവികമാണ്. പക്ഷേ ഈ മൗനം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷേ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, മാറ്റർ ഈസ് എ ഗുഡ് സർവൻറ്റ് ബട്ട് ബാഡ് മാസ്റ്റർ. അതുകൊണ്ട് ആ മാസ്റ്ററെ ഭരിക്കാൻ വിടാതെ നല്ലൊരു സർവൻറ്റിനെ പോലെ ഉപയോഗിക്കാൻ വേണ്ടി ദിവസവും കുറച്ച് സമയം ഈ സാധനങ്ങളെ ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ വേണ്ടി പഠിക്കണം. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, മനുഷ്യന്മാർ എത്രമാത്രം അഡിക്റ്റഡ് ആയി എന്ന് വെച്ചാൽ രാവിലെ ഉണർന്നു, TV ഓണാക്കി, ന്യൂസ് എന്താ നോക്കി കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റതിൻ്റെ ഒരു മുഷിച്ചിലൊക്കെ മാറ്റിയിട്ട് എന്നിട്ട് പോയി ഇവൻ ബ്രഷ് ചെയ്യാൻ പോലും പോകുന്ന ആളുകളെ കാണാം. അതുകൊണ്ട് അത് നമുക്ക് വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്ന സ്വഭാവമാണ്, അതിലേക്ക് പോകരുത്. രണ്ടാമത്, രാവിലത്തെ കാര്യം പോട്ടെ, രാവിലെ ഞാൻ മൊബൈൽ ഉപയോഗിച്ചില്ല, സിസ്റ്റർ പറയുന്നതൊക്കെ കേട്ടു. പക്ഷെ ആഹാരം കഴിക്കാൻ നോക്കുന്ന സമയത്ത്, ആഹാരം കഴിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്സ് ആ മൊബൈൽ റിങ് ചെയ്തോട്ടെ, എന്താ കുഴപ്പം? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മൊബൈലല്ലേ, നമ്പർ കാണുമല്ലോ ആരാണ് വിളിച്ചത് എന്ന്. അപ്പം ആ വിളിച്ച ആൾക്ക് തിരിച്ചു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പണ്ടത്തെ ലാൻഡ് ഫോൺ പോലെ ആരാ വിളിച്ചതെന്ന് അറിഞ്ഞില്ല എന്നൊരവസ്ഥയില്ല. എന്നിട്ടും നമ്മുടെ മനസ്സ് കേൾക്കില്ല. ആ സമയത്ത് അതങ്ങ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ ആകാശം ഇടിഞ്ഞ് താഴെ വീണും പോലെയാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, 15 മിനിറ്റ്സ് ആഹാരം കഴിക്കുന്ന സമയം അത് ശാന്തമായി സന്തോഷമായി ഈശ്വരനെ ഓർമ്മിച്ച് കൂടെയുള്ള ഉണ്ടാക്കി തന്നവരോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിക്കൊണ്ട്, ഇത്രയും നല്ല ഫുഡ് തന്നതിന് ഈശ്വരനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചു നോക്ക്. മനസ്സിനും ശരീരത്തിനും ശാന്തമായിരിക്കുന്ന സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. പ്രഭാത ഭക്ഷണത്തിൽ ഒരു 15 മിനിറ്റ്സ്, ഉച്ചക്കലത്തെ ആഹാരത്തിൽ ഒരു 15 മിനിറ്റ്സ്, ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ്, മിനിമം 1 മിനിറ്റ്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ ഇൻടേക്ക് ഉണ്ടോ ശരീരത്തിന് വേണ്ടി, അപ്പോഴെല്ലാം ആ മൗനത്തിൻ്റെ സുഖം, ആ സമയത്ത് നോ കമ്മ്യൂണിക്കേഷൻ, ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കിയാൽ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ മൗനത്തിൻ്റെ ശാന്തിയുടെ ഒരു സംസ്കാരം ഉണർന്നു വരും. ആ സംസ്കാരം ആക്റ്റീവ് ആവുമ്പോൾ കാര്യങ്ങൾ എത്ര തന്നെ തിരക്ക് പിടിച്ചു വരുമ്പോഴും, ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ആൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എമർജൻസി ആയിട്ട് ആംബുലൻസിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒപ്പത്തിന് ഓടിപ്പോയി പരാക്രമം പിടിച്ച് പോകരുത്, സമാധാനമായിട്ട് പോകണം. എന്തുകൊണ്ടാണെന്നറിയോ? ആ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് തിരക്ക് പിടിച്ച് പോകണം വെച്ചാൽ സ്പീഡിൽ പോകണ്ടെന്നല്ല, മനസ്സ് ധൃതിപ്പെടരുത്. മനസ്സ് ധൃതിപ്പെട്ട് കഴിഞ്ഞാൽ വന്ന പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥ എന്തെന്ന് കൃത്യമായി നിർണ്ണയിക്കാനായിട്ട് മനസ്സ് വിഭ്രാന്തിയായ ഒരു ഡോക്ടർക്ക് സാധ്യമല്ല, ശാന്തമായൊരു ഡോക്ടർക്കേ സാധിക്കൂ. അതുകൊണ്ടാണ് ട്രെയിനിങ്ങിൽ അത്തരം കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സിറ്റുവേഷൻസിലും വിഭ്രാന്തി ബാധിച്ച മനസ്സിന് കാര്യങ്ങളെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അതിന് പ്രോപ്പറായിരിക്കുന്ന ഒരു നിർണയം എടുക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിൻ്റെ സംസ്കാരമാക്കണം, മനസ്സിൻ്റെ സ്വഭാവമാക്കണം, നമ്മുടെ ശീലമാക്കണം വേണമെങ്കിൽ ശാന്തമായിരിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനാവില്ല. കൊച്ചു കൊച്ചു കാര്യം ഓർത്താൽ മതി. ആഹാരം കഴിക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ആഹാരം, വൈകുന്നേരം ചായ, രാത്രി ഫുഡ്, 4 നേരം എന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കും. 4 നേരം വെച്ച് 10 മിനിറ്റ് സമയം, ആഹാരം കഴിക്കുന്ന 10 മിനിറ്റ് ഇതെൻ്റെ മൗനത്തിൻ്റെ സമയം. നോ ഫോൺസ്, നോ കമ്മ്യൂണിക്കേഷൻസ്, നത്തിങ്. ആ സമയത്ത് ഈശ്വരനോട് നന്ദി പറയാൻ, ഫുഡ് തന്നവരോട് നന്ദി പറയാൻ, ഈ പ്രപഞ്ചത്തോട് നന്ദി പറയാൻ, പ്രകൃതിയോട് നന്ദി പറയാൻ ഉപയോഗിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു നോക്കും. ആ കുറച്ച് ആഹാരം ശരീരത്തിന് മരുന്ന് പോലെ പ്രവർത്തിക്കുകയും ശക്തി തരുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളോടതായിട്ടുള്ള അടിമത്വത്തിൽ നിന്ന്, മാറ്ററിൻ്റെ സർവൻ്റ് ആകുന്ന അവസ്ഥയിൽ നിന്ന് മാറി മാറ്ററിൻ്റെ മാസ്റ്റർ ആയിക്കൊണ്ട് അതിന് ഉപയോഗിക്കാനുള്ള ശക്തി നമുക്ക് വരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഞാൻ എത്രയോ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുകയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അരമണിക്കൂർ സമയം സ്വയം ജീവാത്മ, പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മ, ആ പരമാത്മാവിനെ സൃഷ്ടാവെന്നോ കാരുണികനെന്നോ കരുണാസാഗരനെന്നോ ശാന്തിസാഗരനെന്നോ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചോ, പക്ഷെ ആ പ്രപഞ്ചത്തിൻ്റെ സത്യമായിരിക്കുന്ന പരമസത്യമായിരിക്കുന്ന പരമാത്മാവുമായുള്ള കണക്ഷനിലൂടെ, സുപ്രീം പവർ ഹൗസിലൂടെ സ്വയം നമ്മളെ കണക്റ്റഡ് ആകുമ്പോൾ നമ്മളുള്ള ഊർജം നിറയും. അരമണിക്കൂർ മിനിമം ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ മനസ്സ് ബാക്കി സമയമൊക്കെ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം, ഒരു ട്രെയിൻ ബോഗികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഒരിക്കൽ അതിനെ പാളത്തിൽ കയറ്റാൻ വേണ്ടിയാണ് പ്രയാസം. പാളത്തിൽ കയറ്റിയ ട്രെയിൻ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡ്രൈവർ ഓടിക്കുമ്പോൾ പാളത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ പ്രഭാതത്തിൽ ഉണർന്ന് മനസ്സിനെ ട്രെയിനിൻ്റെ പാളത്തിൽ ട്രെയിൻ സെറ്റ് ചെയ്യും പോലെ മനസ്സിനെ ജീവിതത്തിൻ്റെ ശാന്തമായ പാളത്തിൽ സെറ്റ് ചെയ്യലാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 5
കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ നമ്മുടെ മിത്രമാക്കാൻ സാധിക്കും. ദിവസം കഴിയുന്തോറും ഈ പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ അവസ്ഥ വീണ്ടും വീണ്ടും സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലംസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കാണാം, ചില ആളുകൾ പ്രോബ്ലമാറ്റിക് ആയിരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും സക്സസ്ഫുൾ പേഴ്സൺസ് ആവുന്നു. ചില ആളുകൾ പ്രോബ്ലത്തിനിടയിൽ ഞെരിഞ്ഞമർന്ന് സ്വയം ഇല്ലാതായി മാറുന്നു. അതുകൊണ്ട് ഏത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലും സക്സസ്സിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമാക്കണം. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യും എന്ന വിശ്വാസത്തോടെ, അങ്ങനെ ചെയ്തുകൊണ്ട് ശാന്തമായ മനസ്സോടെ വിജയികളായ ജീവിതത്തിൽ തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.